നീ തോറ്റു തന്നാൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. നിനക്ക് തോറ്റു തരണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് 8 വർഷം മുമ്പാകാമായിരുന്നു. ഇപ്പൊ എവിടെ നിന്ന് ഈ പുതിയ ബന്ധവും സ്നേഹവും ഒക്കെ? ഒരിക്കൽ ബന്ധങ്ങളെക്കാൾ വില നീ നൃത്തത്തിന് കൊടുത്തു. ഇപ്പൊ നൃത്തത്തെക്കാൾ വില ബന്ധങ്ങൾ കൊടുക്കുന്നു. ഈ അഭിപ്രായം നാളെ മാറിക്കൂടുന്നില്ലല്ലോ. പ്ലീസ് ജനനി, നമ്മൾ പരസ്പരം സ്നേഹിച്ചിട്ടില്ല. എന്റെ സംഗീതത്തെ നീയും നിന്റെ നൃത്തത്തെ ഞാനും ആരാധിച്ചിരുന്നു. അങ്ങനെ നമ്മൾ അടുത്തു. എ കൈൻഡ് ഓഫ് അഡ്മിറേഷൻ. പിന്നീട് ആരുടെ കഴിവാണ് വലുത്, ആരാണ് വലുത് എന്നായി. ഐ മീൻ ഈഗോ. എന്റെ അഹന്തയെ നീയും നിന്റെ അഹന്തയെ ഞാനും വകവെച്ച് തന്നില്ല. അന്ന് ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ പിരിയില്ലായിരുന്നു. ഇന്ന് നീ എനിക്ക് ആരുമല്ല. എങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഇന്നും നിന്റെ നൃത്തത്തിന്റെ ആരാധകനാണ്. ആ അഡ്മിറേഷൻ കൂടെ നശിപ്പിച്ചാൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നീ ആരുമല്ല. അത് സംഭവിക്കരുത്. യു ഷുഡ് ഡാൻസ്. നീ നൃത്തം ചെയ്യണം, ചെയ്ത് ജയിക്കണം, നാട്യശ്രീയാവണം. രാജ്യത്തെ ഏറ്റവും വലിയ നർത്തകിയുടെ അച്ഛനെന്നുള്ള പദവി സംഗീതരത്നം രാഗം വൈദ്യനാഥിന് വാങ്ങിക്കൊടുക്കണം. പക്ഷേ നീ വാങ്ങില്ല. ഞാനതിന് അനുവദിക്കില്ല. ഇറ്റ്സ് മൈ ചാലഞ്ച്. ആക്സെപ്റ്റ് ഇറ്റ്. ഇല്ല, എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ മോനെ മാത്രം മതി. പ്ലീസ് വിശ്വം, എനിക്ക് എന്റെ മോനെ മാത്രം മതി. ഇല്ല, ഞാൻ അവനെ തരില്ല. അവൻ എന്റെ ജീവന്റെ അംശമാണ്. എന്റെ സംഗീതത്തിന്റെ പൂർണ്ണതയാണ്, ശക്തിയാണ്. ഞാൻ അവന്റെ അമ്മയല്ലേ? അത് പണ്ടേ ആലോചിക്കേണ്ടതായിരുന്നു. വിശ്വം, ഒരു പഴയ ഭാര്യ എന്ന കൺസിഡറേഷൻ എങ്കിലും. നോ, ആരുടെയും അപേക്ഷകൾ സ്വീകരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. നാളെ രാത്രി എനിക്കൊന്ന് ഉറങ്ങണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് പ്ലീസ്.